ഷാജർ. ശ്രീ, എന്താ ഒരു സർപ്രൈസ് വിസിറ്റ്? ഷാജർ, ഇത് സിസ്റ്റർ റൂബിന. ഹലോ. ഇവരൊക്കെ ആശാകിരണിലെ സർവീസ് വളണ്ടിയേഴ്സ്. വരൂ സിസ്റ്റർ, അകത്തേക്ക് ഇരിക്കാം. വരൂ. ഷാജർ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ 24th നടക്കുന്ന അവയവദാന ബോധവൽക്കരണ ക്യാമ്പ്. അതിന് ക്ഷണിക്കാനാ എല്ലാരും വന്നത്. ഒപ്പം ഷാജറിന്റെ ഒരു കോൺസെർട്ട് കൂടെ വേണമെന്ന് എല്ലാവരുടെയും ആഗ്രഹം. അത് ഓക്കെ, പക്ഷെ സൗജന്യ അവയവദാനം പോലെ കോൺസെർട്ടും സൗജന്യമാക്കാൻ പറ്റില്ലല്ലോ ഡോക്ടറെ. മിസ്റ്റർ ഷാജഹാൻ, ഇത് സാധു കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ഒരു ഫണ്ട് റൈസിംഗ് പ്രോഗ്രാം കൂടിയാ. ഷാജാന്റെ ഒരു കോൺസെർട്ടിന് എത്രയാ പ്രതിഫലം എന്ന് ശ്രീ പാർവതിക്ക് അറിയാം സിസ്റ്ററെ. എനിക്കൊന്നും വേണ്ട, ഞാൻ മ്യൂസീഷ്യൻസിന്റെ തുക മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്റെ പിശുക്കൻ സംഗീതജ്ഞ, ഇതിനു വേണ്ടി എനിക്ക് അറിയണ്ട. പറഞ്ഞ തുക മുഴുവൻ അങ്ങ് തന്നേക്കാം. താങ്ക് യു വെരി മച്ച്. ഒരു മിനിറ്റ്. ചെല്ല്. ഹലോ, എല്ലാം ഓക്കെ. ബാക്കി ഞാൻ നേരിട്ട് കാണുമ്പോ പറയാം. ഓക്കെ. Amazing song. Thanks. Sit down. Fantastic, ഷാജർ. Hi ഷാജർ, കൺഗ്രാറ്റുലേഷൻസ്. പുതിയ ആൽബം കലക്കിട്ടോ. താങ്ക് യു വെരി മച്ച്. നമ്മുടെ പ്രിയപ്പെട്ട മദറിനെ പറഞ്ഞ പോലെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. പൈസ കിട്ടിയില്ല കേട്ടോ. സ്നേഹമുള്ളവരെ, ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ ആരാധ്യനായ ഡോക്ടർ സാജൻ വർഗീസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു. ഇന്ന് നമുക്ക് വേണ്ടി പാട്ടുപാടിയ ഷാജഹാനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഉദ്ഘാടന പ്രസംഗത്തിനായി ഡോക്ടർ സാജൻ വർഗീസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, അവയവദാന ബോധവൽക്കരണ ക്യാമ്പ് ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഗൗരവം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഈ ക്യാമ്പിൽ എത്തിയിരിക്കുന്നത് എന്നെനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. മരണാനന്തരം നമ്മുടെ കണ്ണുകൾ, കിഡ്നി, കരൾ, ഹൃദയം ഇതെല്ലാം ദാനം ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ജീവിക്കുകയാണ് മറ്റൊരാളിലൂടെ. ഈ ക്യാമ്പ് സംഘടിപ്പിച്ച ആശാക്കിരണിന്റെ എല്ലാ ഭാരവാഹികളെയും, പ്രത്യേകിച്ച് ബദർ ജെയിംസ്, എവിടെയാള് സാർ, എൻ്റെ ശിഷ്യയും കൂടിയായ ഡോക്ടർ ശ്രീ പാർവതി, നിങ്ങളുടെ എല്ലാം പ്രിയങ്കരിയായ നൂർജഹാൻ എന്നിവരെയെല്ലാം ഞാൻ പ്രത്യേകം ആലങ്കാരികമായി പറയുകയാണെങ്കിൽ, ഞാൻ എന്നെ പറിച്ച് മറ്റൊരാളിൽ നടുന്നു എന്ന പുണ്യകർമ്മമാണ് ഈ അവയവദാനം. ഇതിന് വേണ്ടത് എന്തിനാണ് ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത്? ഇനിയെങ്കിലും ഷാജറിനെ ഫേസ് ചെയ്തൂടെ? തന്റെ മാത്രമല്ല, സമയമായില്ല പോലും ക്ഷമയാണ് പ്രണയത്തിൽ മരുന്നു തോഴി. ഈ സമയത്ത് അവയവദാനം എന്ന പുണ്യകർമ്മത്തിനായി നമുക്കേവർക്കും ദൃഢപ്രതിജ്ഞയെടുക്കാം. ഓക്കെ? സന്മനസ്സോടെ ഉയർത്തിപ്പിടിച്ച ഈ കൈകളെ സാക്ഷി നിർത്തി ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. ആശംസാ പ്രസംഗത്തിനായി ഷാജഹാനെ ക്ഷണിക്കുന്നു. പാട്ട് പാടാൻ മാത്രമേ എനിക്കറിയുള്ളൂ, പ്രസംഗശൈലി അറിയില്ല. എന്തായാലും ആശാകിരന്റെ നല്ല പ്രവൃത്തികൾക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. നൂറ, നീ ഇവിടെ നിൽക്കുകയാണോ? മദർ നിന്നെ അന്വേഷിക്കുന്നു. നന്ദി പറയാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി പ്രകടനത്തിനായി ഈ ചാരിറ്റിയുടെ സെക്രട്ടറിയും സോഷ്യൽ വർക്കറുമായ മിസ് നൂർജഹാനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ ക്യാമ്പിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ സീനിയർ സർജനും
ജീവകാരുണ്യ പ്രവർത്തകനുമായ ഡോക്ടർ സാജൻ വർഗീസിന് ആശാ കിരണിന്റെ എല്ലാവിധ നന്ദിയും പ്രകാശിപ്പിക്കുകയാണ്. അടുത്തതായി നമ്മെ പാട്ട് പാടി രസിപ്പിച്ച് മിസ്റ്റർ ഷാജഹാൻ. അദ്ദേഹത്തിനോടുള്ള നന്ദി എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല. കാരണം ഷാജറുമായി ഞങ്ങൾ പറഞ്ഞുറപ്പിച്ചിരുന്ന പ്രതിഫല തുകയായ 25,000 രൂപ മുഴുവൻ അദ്ദേഹം ആശാ കിരണിലെ കുട്ടികളുടെ ക്ഷേമത്തിനായി സംഭാവന നൽകിയിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത ഇവിടെ അറിയിക്കുകയാണ്. വെരി ഗുഡ്. മാത്രവുമല്ല, ഏതൊരു ചെറുപ്പക്കാരനും അനുകരണീയമായ രീതിയിൽ മരണാനന്തരം തന്റെ മുഴുവൻ അവയവങ്ങളും ദാനമായി നൽകിക്കൊണ്ട് ഈ സത്കർമ്മത്തിൽ പങ്കാളിയാകാമെന്നും അദ്ദേഹം പ്രോമിസ് ചെയ്തിരിക്കുകയാണ്. ആ മഹാ മനസ്സിന് മുമ്പിൽ ലെറ്റ് us give a huge round of applause. Congratulations again and again. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. ഇതും ഇതിലപ്പുറം ചെയ്യുന്ന എനിക്കറിയാം. കണ്ട പെൺകുട്ടികളുടെ വാക്കാണല്ലോ എനക്ക് വലുത്. കണ്ണോ കരളോ കൊടലോ എന്ത് വേണമെങ്കിലും ദാനം കൊടുത്തോ. ഉമ്മക്ക് എന്താ ഛേദം? എന്റെ ഉമ്മുത്ത മരിച്ചു കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ഈ അവയവദാനം. അത് കഴിഞ്ഞിട്ട് എന്തായാലും എന്താ? സത്യത്തിൽ ഞാൻ ഒരു പുണ്യകർമ്മല്ലേ ചെയ്തത്. അതിനു വേണ്ടി ഈ ഇപ്പൊ തന്നെ മരിച്ചടാ. അവള് പറഞ്ഞ ഈ അതും ചെയ്യും. എന്റെ ഉമ്മുത്ത സത്യം പറഞ്ഞ അവൾ എനിക്കിട്ട് ഒരു പണി തന്നതാ. തരാന്ന് പറഞ്ഞ കാശും പോയി കിട്ടി. ഈ മാസത്തെ ലോൺ അടയ്ക്കാനും ഫീസ് അടയ്ക്കാനും ഞാൻ എന്ത് ചെയ്യാൻ എന്റെ പടച്ചോനെ? എന്താ ഇത്ര സംശയം? ഈ നമ്മൾ എന്നെ കഷ്ടപ്പെടണം. എന്റെ പൊന്നു മോനെ അധികം അഭിനയിക്കല്ലേ. അല്ല ഉമ്മുത്ത ധനനഷ്ടം മാനഹാനി. എടി നൂർജഹാനെ പുല്ലേ, നീ എന്നെയും കൊണ്ടേ പോകൂ അല്ലടി? എടി എന്നെ സ്വപ്നത്തിൽ പോലും വെറുതെ വിടില്ലടി. നിന്റെ ഒരു ഷോപ്പിംഗ് മണിക്കൂർ 2 പോയത്. അതെ, നല്ലത് കിട്ടണമെങ്കിലേ സമയം എടുക്കും. അങ്ങോട്ട് വാ. എക്സ്ക്യൂസ് മീ, ഒന്ന് മാറണേ പ്ലീസ്. ഹലോ. ഹായ് ഷാജർ. വെഡിങ് ഷോപ്പിങ്ങിന് ഇറങ്ങിയതാ. കൂടുന്നോ? കൂടാണ്ട് പിന്നെ തേടിക്കൊണ്ടിരിക്കുന്ന വള്ളിയല്ലേ ഈ വന്ന് നിൽക്കുന്നത്. ശ്രീ, നമുക്ക് ആ ഷുക്കൂറിന്റെ ഷോപ്പിലൊന്ന് പോവാ. പെർഫ്യൂം വാങ്ങിക്കണ്ടേ? ശരി. മാഡം ഒന്ന് നിൽക്കൂ. ഞാൻ നിന്നെ ഒന്ന് ശരിക്ക് കാണട്ടെ. നീ എങ്ങോട്ടാടി മുങ്ങാൻ ശ്രമിക്കുന്നത്? പാതാളത്തിലേക്കോ? വെറുതെ ഒരു സീൻ ഉണ്ടാക്കല്ലേ പ്ലീസ്. ശ്രീ പാർവതി ഇക്കാര്യത്തിൽ ഇടപെടണ്ട. കുറെ കാലായി ഓവർ സ്മാർട്ടും കാണിച്ച് ഇവിടെ എന്നെ വട്ടം കറക്കുന്നത്. ഞാൻ എപ്പോഴാടി നിന്റെ ഫ്രണ്ടായത്? അവളുടെ ഒരു കോടിപതിയും മണ്ണാങ്കട്ടയും തൊണ്ട പൊട്ടി കഷ്ടപ്പെട്ട് പാടിയത് ഞാൻ. എന്റെ 25,000 എടുത്ത് ഡൊണേറ്റ് ചെയ്യിപ്പിച്ച് ഫുൾ ക്രെഡിറ്റ് വാങ്ങിയത് നീ. 25,000 രൂപ നിന്റെ മയ്യത്ത് കവറിന് മീസാങ്കൽ വെക്കാനാണോടി? എന്തടി നിന്റെ നാവിറങ്ങിപ്പോയോ? നാവിന് ഇത്രയും നീളം ഉണ്ടായിരുന്നല്ലോ. ഓരോന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് കയറും പൊട്ടിച്ച് ഇറങ്ങിക്കോളും. എംപവർമെന്റ്, ആക്ടിവിസം, ഫെമിനിസം. അല്ല അറിയാത്തോണ്ട് ചോദിക്കാം. നിനക്കൊന്നും ചോദിക്കാനും പറയാനും ആരില്ലടി. ഷാജർ പ്ലീസ് ചളവാക്കല്ലേ. അവക്ക് വേണ്ടി ഞാൻ സോറി പറയാം. ആൾക്കാര് കേൾക്കുന്നു. കേക്കട്ടെ, നാട്ടുകാർ മുഴുവൻ കേക്കട്ടെ. മലബാറിന്റെ മദർ തെരേസ അത്ര. ഇമ്മാരി സാധനങ്ങൾക്ക് കയ്യോടെ കൊടുത്തില്ലെങ്കിലേ അപകട. ഹെടി, ഇനി മേലാൽ ഇങ്ങനെ കളിയുമായി വന്നാൽ മോള് വിവരം അറിയേ. നീ വിചാരിക്കുന്ന ഐറ്റം അല്ല ഞാൻ. ഹലോ. നിങ്ങൾ സമ്മതിച്ചു. ഉശിരും ചൊടിയും മുഞ്ചും ഒക്കെയുള്ള ആൺകുട്ടിയാ നീ. അതുകൊണ്ട് ചോദിക്കാം, നിങ്ങൾക്ക് എന്നെ നിക്കാഹ് ചെയ്യാൻ പറ്റുമോ? This is my style. എടി